ഹലോ എവ്രി വൺ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മൾ 5th ചാപ്റ്റർ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെൻറ്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അതിൽ കീ പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ കുറേ സംസാരിച്ചു, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അല്ലേ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇനി വരുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മോട്ടോർ ഡെവലപ്മെൻറ്റ് ആണ് അല്ലേ. സോ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. Okay, the physical development of an individual is found influenced by both hereditary and environmental factors. എങ്ങനെയാണ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന ഘടകങ്ങൾ? മെയിനായിട്ട് രണ്ടെണ്ണം ഏതൊക്കെയാണ്? ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്. ഹെറിഡിറ്ററി മീൻസ് പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങൾ, അതുപോലെ എൻവയോൺമെൻറ്റൽ അല്ലേ, നമ്മുടെ ചുറ്റുപാടുകൾ, അതല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റ്, നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളെ ബേസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് അല്ലേ. സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ആർ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫിസിക്കൽ ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ട്രേറ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻഹെറിറ്റഡ് അറ്റ് ദ ടൈം ഓഫ് കൺസെപ്ഷൻ. എന്താണ്? ഒരമ്മ ഒരു കുട്ടീനെ കൺസീവ് ചെയ്തത് മുതൽ അല്ലെങ്കിൽ കൺസീവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ചില പ്രത്യേക സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് വല്ല അസുഖങ്ങളോ അതുപോലെ ആസ്തമ അതുപോലെയുള്ള പല സിറ്റുവേഷൻസും ഉണ്ടാകും. സോ അതൊക്കെ എന്തിനെ ബാധിക്കുന്നു? കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നു. ദെൻ ദ ഫിസിക്കൽ ആസ് വെൽ ആസ് മെൻ്റൽ ഹെൽത്ത് ഓഫ് ദ മദർ ഡ്യൂറിങ് പ്രഗ്നൻസി. പ്രഗ്നൻസി ടൈമിൽ അമ്മയുടെ ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ട്? കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ അത് ബാധിക്കും. കുട്ടിയുടെ വളർച്ചയെ അത് തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പ്രഗ്നൻസി ടൈമിൽ അമ്മയുടെ പ്രഗ്നൻസി ടൈമിൽ ആരോഗ്യം അല്ലേ, മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടുള്ള ആരോഗ്യം ഓക്കെ ആണെങ്കിൽ മാത്രമേ എന്തുള്ളൂ, കുട്ടിക്ക് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് കാര്യമായിട്ട് അതല്ലെങ്കിൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ നടക്കുന്നുള്ളൂ. ഓക്കെ. ദെൻ ന്യൂട്രീഷൻ റിസീവ്ഡ് ബൈ ദ എംബ്രിയോ വിത്തിൻ ദ വൂംബ് ഓഫ് ദ മദർ. അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് കിട്ടുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അല്ലേ, അമ്മ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ട് കഴിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ എന്തുണ്ടാവുക, കുട്ടിക്ക് ന്യൂട്രീഷൻ കിട്ടുള്ളൂ. എന്നാൽ മാത്രമേ ന്യൂട്രീഷ്യസ് ആയിട്ട് ഫുഡ് കിട്ടിയാൽ മാത്രമേ കുട്ടിക്ക് എന്തുണ്ടാവുള്ളൂ, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. ദെൻ അടുത്തത് കണ്ടീഷൻസ് ആൻഡ് കെയർ അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി. അമ്മയുടെ ഡെലിവറി ടൈമിൽ അമ്മയ്ക്ക് നല്ല കണ്ടീഷനിലോ അല്ലെങ്കിൽ നല്ല കെയറും കിട്ടിയാൽ മാത്രമേ ഉള്ളൂ അമ്മക്ക് ആരോഗ്യമുള്ള കുഞ്ഞുണ്ടാവുള്ളൂ അല്ലേ. ആ ഒരു ഡെലിവറി ടൈമിൽ എന്തില്ല, കുട്ടിക്ക് നല്ല കണ്ടീഷനിലല്ല ബർത്ത് സംഭവിച്ചതെങ്കിൽ കുട്ടിക്ക് മേ ബി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദെൻ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഫിസിക്കൽ ഡിഫക്ട്സ്, ഇൽനെസ് ആൻഡ് ഡിസീസസ്. ഇനി അമ്മയുടെ അതല്ലെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടാവുക, അതല്ലെങ്കിൽ ഇൽനെസ്, അസുഖങ്ങളോ ഡിസീസസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഫിസിക്കൽ ഡെവലപ്മെൻറ്റിന് അത് തടസ്സപ്പെടുത്തും. അതുപോലെ ദ ലിവിങ് കണ്ടീഷൻസ് ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് കൾച്ചറലായിട്ടും അതുപോലെ സോഷ്യലായിട്ട് ഫിസിക്കലൊക്കെ ആയിട്ടുള്ള നമ്മൾ ജീവിക്കുന്ന സിറ്റുവേഷൻ, ലിവിങ് കണ്ടീഷൻസ് മോശമാണെങ്കിൽ എന്തുണ്ടാവാം, കുട്ടിയുടെ ശാരീരികപരമായിട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ അത് മോശമായിട്ട് ബാധിക്കാം. അതുപോലെ തന്നെ ദ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് റെക്രിയേഷൻ, സെൽഫ് എക്സ്പ്രഷൻ, പ്ലേ, എക്സസൈസ്, റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ കിട്ടാതിരിക്കുന്നത് മൂലം എന്തുണ്ടാവാം, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് തടസ്സപ്പെടാം. അതായത് നല്ല സ്ലീപ്പ് കിട്ടുക, റെസ്റ്റ് കിട്ടുക, അതുപോലെ എക്സസൈസ്, പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് ഉണ്ടാവുക, പ്ലേ അല്ലേ, നല്ല രീതിയിൽ കളിക്കുക, നമ്മുടെ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെൻറ്റ്സിനൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്ന രീതിയിൽ നമ്മുടെ ശരീരം അനങ്ങുന്ന രീതിയിലുള്ള എക്സസൈസസ്, പ്ലേ അല്ലേ, കളികൾ, അതുപോലെ ആവശ്യത്തിനുള്ള സ്ലീപ്പ്, റെസ്റ്റൊക്കെ കിട്ടുക, അതുപോലെ സെൽഫ് എക്സ്പ്രഷൻ അല്ലേ, സ്വയം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുക, നമ്മളെന്താണെന്ന്, നമ്മുടെ ആവശ്യം എന്താണെന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അവസരങ്ങൾ കിട്ടുക, റെക്രിയേഷൻ അല്ലേ, നമുക്ക് ഒഴിവ് സമയങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് ചിലവഴിക്കാൻ പറ്റുകയൊക്കെ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടിക്കഴിഞ്ഞാൽ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് നല്ല രീതിയിൽ നടക്കും. അതല്ല ഇത്തരം അവസ്ഥകളൊന്നും ഇല്ലാമെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ അത് തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമ്മൾ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഇതുവരെ ചർച്ച ചെയ്തു അല്ലേ. നമ്മൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോട്ടോർ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. സോ എന്താണ് മോട്ടോർ ഡെവലപ്മെൻറ്റ് എന്ന് നോക്കാം അല്ലേ. മോട്ടോർ ഡെവലപ്മെൻറ്റ് റെഫേഴ്സ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രെങ്ത്, സ്പീഡ്, അക്യുറസി ഇൻ ദ യൂസ് ഓഫ് മസ്കുലർ
പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് മസ്കുലർ മൂവ്മെൻറ്റ് അല്ലേ. എന്താണ് മോട്ടോർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മസ്കുലർ മൂവ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അല്ലേ. അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ട്രെങ്ത് ഉണ്ടാവുക അല്ലേ, നല്ല സ്ട്രെങ്ത് ഉണ്ടാവുക, അതുപോലെ സ്പീഡ് ഉണ്ടാവുക, അക്യുറസി നിലനിൽപ്പൊക്കെ ഉണ്ടാവുന്ന നമ്മുടെ മസ്കുലർ പാർട്സിന് ഇതെല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ, ദാറ്റ് ഈസ് മോട്ടോർ ഡെവലപ്മെൻറ്റ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രെങ്ത് ഉണ്ടാവണം, അതുപോലെ സ്പീഡ്, അക്യുറസി, ഇതെല്ലാമോട് കൂടി നമ്മുടെ മസിൽസിൻ്റെ കോർഡിനേഷനിലെ മസ്കുലർ കോർഡിനേഷൻ, നമ്മുടെ ഓരോ മൂവ്മെൻറ്റും പരസ്പരം കോർഡിനേറ്റ് ചെയ്തിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മുടെ മസിൽസിൻ്റെ ഈ ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡി മസിൽസിന് ഇതൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോട്ടോർ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ മസിൽസിന് സ്പീഡായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും അക്യുറേറ്റ് ആയിട്ട് ചെയ്യാനും അതുപോലെ സ്ട്രെങ്തി ആയിട്ട് ചെയ്യാനൊക്കെയുള്ള കപ്പാസിറ്റി, നമ്മുടെ മസിൽസിൻ്റെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള കോർഡിനേഷനും കപ്പാസിറ്റി. ഓക്കെ, ഇത്തരം ഓരോ മൂവ്മെൻറ്റിനുമുള്ള മസിൽസിൻ്റെ കപ്പാസിറ്റിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോട്ടോർ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ മോട്ടോർ ഡെവലപ്മെൻറ്റ് 2 തരത്തിലുണ്ട്. ഒന്ന് ഫൈൻ മോട്ടോർ സ്കിൽസ്, ദെൻ ഗ്രോസ് മോട്ടോർ സ്കിൽസ്. ഓക്കെ, ദെൻ ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ മോട്ടോർ സ്കിൽസ് റെഫേഴ്സ് ടു സ്മോൾ മൂവ്മെൻറ്റ് ഇൻ ദ ഹാൻഡ്സ്, റിസ്റ്റ്, ഫിംഗർ, ഫീറ്റ്, ടോസ്, ലിപ്സ് ആൻഡ് ടങ്. ഇത്തരം കുഞ്ഞു മസിൽസിൻ്റെ അല്ലേ, നമ്മുടെ ഹാൻഡ്സിലെ, റിസ്റ്റിലെ, അതുപോലെ ഫീറ്റ്, ടോസ്, ഫിംഗർ, ലിപ്സ് ആൻഡ് ടങ്, ഇത്തരം കുഞ്ഞു മസിൽസിൻ്റെ ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫൈൻ മോട്ടോർ സ്കിൽ എന്ന് പറയുന്നത്. ഇത്തരം കുഞ്ഞു മസിൽസിൻ്റെ അനക്കങ്ങൾ അതല്ലെങ്കിൽ മൂവ്മെൻറ്റ്സ്, ദാറ്റ് ഈസ് ഫൈൻ മോട്ടോർ. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ gross motor skills involve motor development of muscles that enable babies to hold up their heads, sit and crawl, and eventually walk, run, jump and skip. ഇത്തരം ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ മസിൽസാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ എന്തിനൊക്കെയാണ്, ഹെഡ് അപ്രൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ഹെഡ് ഫസ്റ്റ് കുട്ടിക്ക് മസിൽസിന് വലിയ മസിൽസ് കൊണ്ടുള്ള ഉപയോഗം എന്താണ്, തല സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് അതുപോലെ സിറ്റ് അല്ലേ, ഇരിക്കാൻ, ക്രോൾ ചെയ്യാൻ, ഇവൻച്വലി വാക്ക്, റൺ, ജമ്പ്, അതിനുശേഷം വാക്ക് ചെയ്യാനും റൺ ചെയ്യാനും ജമ്പ് ചെയ്യാനും സ്കിപ്പ് ചെയ്യാനൊക്കെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ വലിയ മസിൽസാണ്, ദാറ്റ് ഈസ് ഗ്രോസ് മോട്ടോർ. ഓക്കെ, നമ്മുടെ ഹിപ്പ് മസിൽസ്, ആംസിൻ്റെ മസിൽസ്, ഹെഡ് അപ്രേറ്റ് ചെയ്യുന്ന മസിൽസ്, ഇതെല്ലാമാണ് ഗ്രോസ് മോട്ടോർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വലിയ ലാർജ് മസിൽസിൻ്റെ ഡെവലപ്മെൻറ്റ്, ദാറ്റ് ഈസ് ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇരിക്കാനും നടക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അതാണ്.